ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നോക്കുന്നുണ്ട്, പറഞ്ഞപ്പോഴേ നോക്കുന്നുണ്ട് ആള്. അവൾക്ക് മനസ്സിലായി വീഡിയോ എടുക്കുവാണെന്ന്. അവള് കാണാൻ ജനിച്ചപ്പോ തൊട്ട് ജനിച്ചപ്പോഴോ ഉള്ളി കിടക്കുമ്പോ തൊട്ട് ഇത് തന്നെയല്ലേ പരിപാടി അല്ലേ? അതെ, നമ്മളൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് വന്നത്. അതെ, നമ്മുടെ അതെ ആ കുഞ്ഞിന്റെ ചാനലില് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് അതായത്. നമ്മളിത് അതായതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഒരു സന്തോഷം, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ചാനൽ തുടങ്ങുമെന്നോ. ചാനലിന് നമ്മൾ 4-5 മാസമായിട്ടും തുടങ്ങിയിട്ട് ആദ്യത്തെ മാസം 1 മാസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ അതിൽ വീഡിയോ ഒന്നും ചെയ്തില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യണം വേണ്ടൊരു വീഡിയോ ഇട്ടുള്ളായിരുന്നു. പിന്നെ ഒരു 1-2 ഷോർട്ട് വീഡിയോ ഇട്ടുള്ളായിരുന്നു. അത് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ചാനലിൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഒരു വീഡിയോയ്ക്ക് എന്തോ ഒരു ഇത് വന്നപ്പോഴത്തേനും നമ്മൾ ആ വീഡിയോ എടുത്ത് നമ്മുടെ സെക്കൻഡ് ചാനലായ നമ്മുടെ ആവാ മരിയ ഒഫീഷ്യൽ ഇട്ടു. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് റീച്ചായി. പിന്നെ കുറച്ച് വീഡിയോസ് നമുക്ക് പിന്നെ വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് ആയി, പെട്ടെന്ന് അങ്ങ് റീച്ചായി കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ആയത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തുടങ്ങി. ആ സമയത്താണ് നമുക്ക് കുറച്ച് റീച്ച് ആയത്. പിന്നെ കുറച്ച് ഇപ്പം വലിയ ഇതൊന്നുമില്ല, എന്നാൽ പോലും സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് ഭയങ്കര സ്ലോ ആയിരുന്നു. കാരണം ഒത്തിരി ഇതുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 1000 ഒക്കെ ഓടുന്ന വീഡിയോയ്ക്ക് ഒരു 10-15 പേരെങ്കിലും മിനിമം കയറുമായിരുന്നു. അത് കൂടുതൽ കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈവൻ 1 lakh ഓടുന്ന ഒരു വീഡിയോയ്ക്ക് പോലും തീരെ കുറവാണ്. കുഞ്ഞുണ്ട് കേട്ടോ, അതൊന്നും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1,00,000 എത്താനായിട്ട് ഇത്രയും കുറേ നാളായി ഇതിങ്ങനെ പോകുന്നത്. വീഡിയോ ഓടാത്തത് കൊണ്ടും വീഡിയോ അങ്ങനെ റീച്ച് ആവാത്തതിൻ്റെ ഉണ്ട്. എന്നാലും ഭയങ്കര സന്തോഷം, കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങുമെന്നും ഇത്ര റീച്ച് ആകുമെന്നും അല്ല ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമെന്നും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ടോടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത്ര ആയത്. കാരണം നമുക്കിപ്പോൾ ഒരു ചാനൽ തുടങ്ങി, നമുക്ക് ഓൾറെഡി ഒരു ചാനൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഒരു കുറച്ച് കുറവ്. എന്നാൽ പോലും ഉണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ആദ്യം നമ്മുടെ മെയിൻ ചാനലിൽ നമുക്കിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇനി ഒരു പ്ലേ ബട്ടൺ കിട്ടുമെന്ന് പറഞ്ഞാൽ പ്ലേ ബട്ടൺ ഉണ്ടാക്കി കിട്ടും കേട്ടോ. കാരണം നമ്മൾ അപ്ലൈയും ചെയ്തിട്ടില്ല, അതിനുള്ളൊരു ഇത് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ കാണുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ആരിലൊക്കെ ഇറങ്ങി തിരിക്കുവാണെങ്കിൽ, കാരണം നിങ്ങൾക്കും പറ്റും എന്നുള്ളതാണ് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെ, സത്യം നമ്മൾ ഒരു ബേസ്മെന്റും ഇല്ലാതെയാണ് ഈ സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. നമ്മൾ ഒരു സ്ഥലത്തും ഇതിനെക്കുറിച്ച് പറയുക, കാരണം അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു കേട്ടോ. തന്നെ കയറി വരണം അല്ലേ. ഇപ്പം നമ്മൾ മെയിൻ ചാനലിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കയറി വരുന്നതിനേക്കാളും തന്നെ കയറി വന്ന് തന്നെ റീച്ച് ആവണം എന്ന് വിചാരിച്ചിട്ട് എവിടെയും നമ്മൾ പറഞ്ഞില്ല കേട്ടോ. ഒരിടത്തും നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. തന്നെ കയറി വരണം, അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഒറ്റയ്ക്ക് കയറി വന്നെ, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണെന്നല്ല, അതുപോലെ വരണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ മുഖങ്ങൾ പലരിലേക്ക് എത്തുമ്പം ആൾക്കാർ പഴയ വീഡിയോ കണ്ടിട്ട് മെയിൻ ചാനലിലെ ആൾക്കാരാണ് ഇപ്പം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് കാരണം അവിടെ ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നില്ലെങ്കിൽ ലോങ് വീഡിയോ ഇടുമ്പോൾ ഇപ്പുറത്ത് വന്ന് കമന്റ് ചെയ്യും. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരിലേക്കും എത്തി. നമ്മുടെ പഴയ ആളുകൾ നമ്മുടെ മെയിൻ ചാനൽ കാണുന്നവരൊക്കെ എത്തി. പക്ഷെ അതൊരിക്കലും നമ്മൾ പറഞ്ഞെത്തിച്ചതല്ല, എങ്ങനെയൊക്കെയോ അവരിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അവര് നമ്മളെ കണ്ടെത്തിച്ചു. ചിലപ്പോൾ നമ്മളെ കണ്ട് നമ്മൾ വീഡിയോ ചില സമയത്ത് 1-2 വീഡിയോ നമുക്ക് വയ്യാതിരുന്ന സമയത്ത് അങ്ങ് റീച്ച് ആയിരുന്നു ലോങ് വീഡിയോ ഇട്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് കയറി നോക്കിയപ്പം സ്വാഭാവികമായിട്ട് നമ്മളെ കാണുന്നവർക്ക്, നമ്മളെ മനസ്സിലായവർക്ക് ഒരിക്കലും നമ്മൾ ചാനലിന്റെ പേരൊന്നും നോക്കില്ല, നമ്മൾ ഇത് കാണണം. പിന്നീടാണ് ചിലപ്പോൾ ചാനൽ തുടങ്ങിയതൊക്കെ അറിഞ്ഞത്. അതെ, ചാനലിലും പേര് മാറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല, നമ്മൾ ഒരു ഇതായിട്ട് ചെയ്തേ ഉള്ളൂ, സബ്ബായിട്ട്. അല്ല, ഇപ്പോഴാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അച്ഛൻ അറിഞ്ഞില്ല അങ്ങനെ ചോദിക്കണേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പേര് മാറ്റുന്നത്? ഒരിക്കലും നമ്മൾ സെക്കൻഡ് ചാനലിൽ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ പേരിലൂടെയാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്, മറ്റുള്ളവർക്ക് തുടങ്ങി. അതിന് പേര് മാറ്റുന്ന കാര്യമില്ലല്ലോ. എന്നാലും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ. സത്യം പറഞ്ഞ തുടക്കക്കാർക്ക്, അല്ലാതെ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നവർക്ക് അറിയാം എത്രമാത്രം സ്ട്രെയിനുണ്ട്. നമുക്ക് കാറ്റ് വീശുന്നുണ്ട്. ആ കുഞ്ഞിന് ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ ഇതുണ്ടായിരുന്നു, അസ്കിത ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ.
അധികം തണുപ്പ് ആ കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുമ്പ് നമുക്ക് അവൾക്കൊരു ചാനൽ തുടങ്ങി അതിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. അവൾക്ക് 10 മാസം ആയതുള്ളൂ, അപ്പോഴേക്കും 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അവൾക്ക് ഒരു കുന്തോ മനസ്സിലാകുന്നില്ല. വലിയ അറിയോ സബ്സ്ക്രൈബ് ചെയ്തു, എല്ലാരോടും താങ്ക്സ് പറഞ്ഞു. ഇവളെ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ് മിക്കവരും കേട്ടോ. കാരണം എല്ലാവരും പറയാറുണ്ട് കുഞ്ഞിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോയിൽ കാണിക്കണമെന്ന്. നമ്മൾ എപ്പോൾ വീഡിയോ എടുത്താലും നമ്മളിവിടെ കാണിക്കാതെ ഇട്ടാലോ എന്ന് വിചാരിച്ചാലും വേണ്ട, അവളെ കാണിക്കാതെ ഇട്ടാൽ ശരിയല്ല. വീഡിയോയിൽ എല്ലാവർക്കും അവളെ ആണല്ലോ കാണാൻ ആഗ്രഹം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു വീഡിയോയിൽ പോലും അവളെ ഒഴിവാക്കാറില്ല അല്ലേ. അപ്പോൾ ഇതൊരു ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. 1 ലക്ഷം ആറായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ, ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ആദ്യം വിചാരിച്ച സിമ്പിളായിട്ട് ഇപ്പം തന്നെ ആകുമെന്ന്, പക്ഷെ അത് നമ്മളെ സമയത്ത് ഒരു നമ്മൾ തുടങ്ങിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റീച്ച് ആയെന്ന് പറഞ്ഞാൽ നിസാര സമയം കൊണ്ട് റീച്ചും ആയി. സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറുന്നു, ഇടയ്ക്ക് പെട്ടെന്ന് കയറി. പിന്നെ അത് ഒന്ന് സ്റ്റക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇതാ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തോ അതായത് ഇപ്പം ഓരോരോ കാറ്റഗറിയിൽ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഒരു പ്രത്യേക എന്തൊക്കെയോ ഇതുണ്ട്, നമുക്കറിയത്തില്ല, നമ്മളത് അങ്ങനെ ഇല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. അപ്പൊ അവര് മറ്റുള്ളവർക്ക് റീച്ച് ആവണമെന്ന് അറിയത്തില്ല. നമുക്ക് അതിന്റെ ഒരു മാനദണ്ഡം അറിയത്തില്ല. ഓരോ ദിവസവും ഓരോരുത്തർ പുതിയ അപ്ഡേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. എന്നാലും നമുക്ക് ഇത് 1 ലക്ഷം ആയിട്ടുണ്ട്. സന്തോഷം. ഇന്നലെ രാത്രിയിലാണ് ആയത്. അതെ, അപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം. ഇങ്ങനെ കുഞ്ഞിന് ജലദോഷമായിട്ട് അവൾ ഭയങ്കര വഴക്കായിരുന്നു. 1 ലക്ഷം ആകുന്ന സമയത്ത് അവൾ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു. കാരണം അവളെ കിടത്തുമ്പോൾ അവൾ എണീക്കും, ശ്വാസം കിട്ടുന്ന. എന്താ ഇങ്ങനെ ഉണ്ടായിരുന്നു ഏകദേശം എല്ലാ കാര്യങ്ങളും, അതായത് മരുന്നുകൾ വേറൊന്നുമല്ല, ഈ മൂക്കിലൊഴിക്കാനും ആവി പിടിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഓവറായിട്ട് സ്ട്രെയിൻ ആകാതെ ഒരു നോക്കണമല്ലോ അല്ലേ കുഞ്ഞു. പക്ഷെ അവള് ഭയങ്കര വാശി പിടിച്ച ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന തൊട്ട് അവള് വാശി പിടിച്ച് കരയാൻ തുടങ്ങും കേട്ടോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവള് കരയും. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടം. മൂക്കടപ്പുള്ളതുകൊണ്ട് നമ്മൾ ഈ മൂക്കിക്കൂടെ, അതായത് രാത്രിയിലും അങ്ങനെ തന്നെയായിരുന്നു. 2 ദിവസമായിട്ട് ഈ മൂക്കടഞ്ഞിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ചാടി എഴുന്നേക്കും. പിന്നെ അങ്ങോട്ട് ഭയങ്കര കരച്ചിലാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ കുറെ നേരം കൈ പിടിച്ചിട്ടിരിക്കുമ്പോഴത്തേനും അങ്ങ് ഉറങ്ങും. ഒരു മണിക്കൂർ പിന്നെ ചാടി എഴുന്നേക്കും. ഒരു 4-5 പ്രാവശ്യം കിടത്തി അപ്പൊ തന്നെ എണീറ്റ്. പിന്നെ ഞാൻ കൈ പിടിച്ച് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അച്ഛൻ ഫോൺ കൊണ്ട് കാണിക്കുന്നത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട്. കയറി പോവാ, അവർ രണ്ടുപേരും കയറിപ്പോയി. കാരണം നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ അന്തരീക്ഷമൊക്കെ ഭയങ്കര ഇതായിട്ട് കിടക്കുവാണ്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത, അതായത് ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുന്ന, ഓരോ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്ന നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനോട്, അതായത് 1 ലക്ഷം കഴിഞ്ഞിപ്പോൾ കുറച്ച് പേരും കൂടി ആയിട്ടുണ്ട്. അത്രയും പേരോടും ഞങ്ങൾ അതിൽ എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. അതിൽ 1% ആളുകൾ പോയി ചിലപ്പോൾ കാണില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒത്തിരിയും ആളുകളോടും ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ഒരു ചാനൽ തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അത് എന്ത് പേരിടാം അങ്ങനെ ചിന്തിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ഒരു പേര് വെച്ച് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പേരിടാം എന്നൊന്ന് ഞാൻ ആലോചിച്ചു. പിന്നെയാണ് ഇങ്ങനെ പറഞ്ഞു ആവാ മരിയ ഒഫീഷ്യൽ നീടാം. ആവാ മരിയ സിജോഷ് എന്നാണ് കുഞ്ഞു അവരുടെ പേര്. അപ്പോൾ അത് വെച്ചിട്ട് ആവാ മരിയ ഒഫീഷ്യൽ നീടാം എന്ന് വിചാരിക്കണമെന്നും അതിനിങ്ങനൊരു സക്സസ് ഉണ്ടാവുന്നതും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങളുടെ ആ കുഞ്ഞിൻ്റെ ഐശ്വര്യവും എല്ലാം കൂടിയാണ്. അപ്പം എന്താ പറയുക, നിങ്ങളോടുള്ള നന്ദി അത് നമ്മുടെ മെയിൻ ചാനൽ തൊട്ട് ഇതാ ഇവിടെ വരെ, ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു ദിവസം വരെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം നമ്മൾ നല്ല രീതിക്ക് എത്താൻ നമുക്കൊരു കുഞ്ഞിലാണ്ടൊക്കെ നമ്മൾ വിഷമിച്ച സമയത്തൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞ് വരാൻ വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓരോരുത്തർ കമൻറ്റ് ചെയ്തവരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, നമുക്ക് വേണ്ടി നേർച്ച നേർന്നവരുണ്ട്, നമുക്ക് വേണ്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് എത്ര പറഞ്ഞാലേ തീരാത്ത അത്രയും ആളുകളുണ്ട്. കാരണം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ ബൈബിളിലും അവിടുത്തെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ പുറകിലൊക്കെ ഞങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് വന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പരിചയമില്ലാതെ ഫോണിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മളോട് ഇന്ന് അടുത്ത് കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഒരാളെ സഹായിക്കാനോ ഒരാൾക്കൊരു നല്ലത് വരാനോ ആഗ്രഹിക്കാത്ത ഒരു കാലത്ത് ഒരു പരിചയമില്ലാതെ
ഫോണിൽ മാത്രം കണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പം അവർക്കെല്ലാവർക്കും ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു സമയം ഞങ്ങൾ കടന്നുപോയൊരവസ്ഥയുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ നമ്മൾ കടന്നുപോയൊരവസ്ഥ. അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മെച്ചപ്പെട്ടു, ഒരുപാട് വ്യത്യാസം വന്നു. അതായത് ഞങ്ങൾ ഫ്ലാറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അതിനകത്തേക്കൊരു സാധനം മേടിച്ചിടാനുള്ള പൈസ പോലും ഞങ്ങൾക്കില്ലായിരുന്നു. അത്രത്തോളം ഞങ്ങൾ ബുദ്ധിമുട്ടി നടക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കി ഈ സമയം ഞങ്ങൾ ഒരുപാട് ബെറ്ററായി. ഇപ്പം റെൻറ്റ് വീടാണെങ്കിൽ പോലും അതിന് അത്യാവശ്യം നല്ല റെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ളൊരു വീടാണ്. അപ്പോൾ അതും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ എത്ര പറഞ്ഞാലും ആ ഒരു നന്ദി തീരില്ല. അതാണ് വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ പോലും, ഒരു സെക്കൻഡ് ചാനലിൽ പോലും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്തു. ആരെങ്കിലുമൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ഇപ്പോൾ രണ്ട് ചാനലിലെ വീഡിയോ ഉണ്ടെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് ഞാൻ ഓർത്തില്ല കേട്ടോ. ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇത്രയും കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം കിട്ടും. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.